സ്ക്രീൻ കാണല്ലോ അല്ലേ? Yes, sir. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് റിലേഷൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി ഓഫ് കറണ്ട് യൂസ്ഡ് ആൻഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ. നമ്മൾ എഡി കറണ്ട് ടെസ്റ്റിങ്ങിലെ പ്രോബ് അല്ലെങ്കിൽ കോയിലിനകത്ത് യൂസ് ചെയ്യുന്ന എ സി കറണ്ടിന്റെ ഫ്രീക്വൻസിയും അല്ലേ, എ സി കറണ്ടിന്റെ ഫ്രീക്വൻസിയും ടെസ്റ്റ് പീസിനകത്ത് ഇത് കാരണം ഉണ്ടാകുന്ന എഡി കറണ്ട് സർഫസിൽ ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് താഴോട്ട് വരുന്നതോറും കുറഞ്ഞ് 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 വരുന്ന ഈ എഡി കറണ്ടിന്റെ സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ 37% ആണ് നമുക്ക് എക്സാക്ട് ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പറ്റുന്നതെന്നൊക്കെ പറഞ്ഞു. ഈ സർഫസിൽ എത്ര ആംബിയർ ആണോ അതിന്റെ 37% വരുന്ന പോയിന്റ് ഏതാണോ അവിടം വരെ നമുക്ക് അത്രയും ഡെപ്ത് ആണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എന്ന് പറയുന്നത്. സോ ആ സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 500/√σ/μ/f. സോ ഇവിടെ ഫ്രീക്വൻസിയും സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് ഈ മൊഡ്യൂളിൽ നമ്മൾ കഴിഞ്ഞ 5 മെത്തേഡിനകത്ത് നിന്നും ചെറിയൊരു മാറ്റം, അതായത് 5 മെത്തേഡിലും നമ്മൾ ആ മെത്തേഡുകളൊക്കെ വെറും ക്രാക്ക് അല്ലെങ്കിൽ ഫ്ലോ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് അല്ലേ. അതിന് മാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്, ആ ആപ്ലിക്കേഷൻ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ എഡി കറണ്ട് ടെസ്റ്റിങ് ക്രാക്ക് ഡിറ്റക്ഷന് വേണ്ടി മാത്രമല്ല, വേറെ ചില കാര്യങ്ങൾക്കും കൂടി ഉപയോഗിക്കും. ആ ടെസ്റ്റിങ്ങുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ദ മെയിൻ ടോപ്പിക് ഓഫ് ദിസ് മൊഡ്യൂൾ ആപ്ലിക്കേഷൻ ഓഫ് ECT. അപ്പോൾ 4 ആപ്ലിക്കേഷനാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന്, നമ്മൾ ഇതുവരെ പറഞ്ഞ പോലെ തന്നെ ക്രാക്ക് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റീസ് കണ്ടുപിടിക്കുക. മറ്റൊന്ന് കണ്ടക്ടിവിറ്റി മെഷർമെന്റ്. ദെൻ തേർഡ് വൺ ഇസ് ദി ഇൻസ്പെക്ഷൻ ഓഫ് ട്യൂബ്സ് ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ദി തിക്നെസ് മെഷർമെന്റ്. അപ്പോൾ എഡി കറന്റ് ടെസ്റ്റിംഗ് ഈ 4 ആപ്ലിക്കേഷൻസിനാണ് ജനറലി യൂസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത് നമ്മൾ ക്രാക്ക് ഐഡന്റിഫൈ ചെയ്യുക, ഡിസ്കണ്ടിന്യൂറ്റീസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് സ്പെസിഫിക് ആപ്ലിക്കേഷൻ ആണ് കണ്ടക്ടിവിറ്റി മെഷർമെന്റ്, ട്യൂബ് ഇൻസ്പെക്ഷൻ, തിക്നെസ് മെഷർമെന്റ്. അപ്പോൾ നമുക്ക് 4ഉം ഒന്നുകൂടി പറയണം. 4 ഫസ്റ്റ് വൺ ഡിറ്റക്ഷൻ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഓർ സർഫസ് ക്രാക്സ്. നമുക്കറിയാം എഡി കറന്റ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് സർഫസ് സബ് സർഫസ് ഡിഫക്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക അല്ലേ. ആ സബ് സർഫസിന്റെ ഡെപ്ത് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡെപ്ത് എന്ന് പറഞ്ഞത്. 37% ഓഫ് സർഫസ് എഡി കറണ്ട് വരുന്ന പോയിന്റ് ഏതാണോ അവിടം വരെയാണ് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ എഡി കറന്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സർഫസ് സബ് സർഫസ് ഡിഫക്ട്സ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റിംഗ് മെത്തേഡാണ്. സോ ഈ ഒരു മെത്തേഡിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്രാക്കുകൾ, ആ കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഡിഫക്ട്സ് സച്ച് ആസ് ക്രാക്സ് ആർ ഡിറ്റക്റ്റഡ് വെൻ ദേ ഡിസ്റപ്റ്റ് ദി പാത്ത് ഓഫ് ദി എഡി കറന്റ്സ് ആൻഡ് വീക്കൺ ദെയർ സ്ട്രെങ്ത്. എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഒരു സർഫസിൽ ഒരു ക്രാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് എഡി കറന്റ് ടെസ്റ്റിംഗ് വെച്ചിട്ട് ചെയ്യുന്നത് വെച്ചാൽ, എഡി കറന്റ് പ്രോബ് നമ്മൾ ഇതിന്റെ മുകളിൽ വെക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ക്രാക്ക് ഉണ്ടെങ്കിൽ ഈ ക്രാക്കിന്റെ ചുറ്റിലെ എഡി കറന്റിന് ഒരു ഡിസ്റ്റോഷൻ ഉണ്ടാവും. അപ്പൊ നമുക്കൊരു വീക്ക് എഡി കറണ്ടേ ജനറേറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ വരുമ്പോൾ കോയിലിന്റെ ഇമ്പിഡൻസിൽ വലിയ മാറ്റം വരും. ആ ഇമ്പിഡൻസ് ചേഞ്ച് നമ്മുടെ ഇമ്പിഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ ഡിസ്പ്ലേയിൽ കാണുമ്പോഴാണ് നമ്മൾ ക്രാക്ക് ഐഡന്റിഫൈ ചെയ്യുന്നത്. So the factors such as the type of material, surface finish and condition of the material, the design of the probe and many other factors can affect the sensitivity of the inspection. നമ്മൾ ഒരു ക്രാക്ക് ഐഡന്റിഫിക്കേഷൻ ബൈ എഡി കറന്റ് ടെസ്റ്റിംഗ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന്റെ ടെസ്റ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് പീസിന്റെ മെറ്റീരിയൽ ഏതാണ്. ആ മെറ്റീരിയൽ മാഗ്നറ്റിക് ആണെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഇമ്പിഡൻസ് പ്ലെയിൻ ഡയഗ്രം കിട്ടുക, നോൺ മാഗ്നറ്റിക് ആണെങ്കിൽ വേറൊരു രീതിയിലുള്ള ഇമ്പിഡൻസ് പ്ലെയിൻ ഡയഗ്രം കിട്ടുക. അതേപോലെ ഉപയോഗിക്കുന്ന കോയിലിലെ നമ്പർ ഓഫ് വൈൻഡിങ്സ്, ഈ കോയിൽ ഉപയോഗിക്കുന്ന എ സി കറണ്ടിന്റെ ഫ്രീക്വൻസി, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ ഈ ഒരു ക്രാക്ക് ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള എഡി കറന്റ് ടെസ്റ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു നല്ല എഡി കറന്റ് ടെസ്റ്റിംഗ് ഫോർ ക്രാക്ക് ഡിറ്റക്ഷൻ നടത്തണമെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങളെ പറ്റി ഐഡിയ ഉണ്ടായിരിക്കണം, കുറച്ച് നോളജ് ഉണ്ടായിരിക്കണം. അതിനെ പറ്റിയാണ് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ? സക്സസ്ഫുൾ ഡിറ്റക്ഷൻ ഓഫ് സർഫസ് ബ്രേക്കിംഗ് ആൻഡ് നിയർ സർഫസ് ക്രാക്സ് റിക്വയർസ് എ ഗുഡ് നോളജ് ഓഫ് പ്രോബബിൾ ഡിഫക്ട് ടൈപ്പ്, പൊസിഷൻ ആൻഡ് ഓറിയന്റേഷൻ. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഉണ്ടായിരിക്കേണ്ട ബേസിക് നോളജ് ആണ് എന്തൊക്കെ ടൈപ്പ് ക്രാക്കുകളാണ് ഈ മെറ്റീരിയലിൽ, ടെസ്റ്റ് ചെയ്യാൻ തന്ന മെറ്റീരിയലിൽ വരാൻ സാധ്യതയുള്ളത്. അത് മാത്രമല്ല അതിന്റെ ടൈപ്പ് എങ്ങനെയാണെന്നുള്ളത് മാത്രമല്ല, അതിന്റെ പൊസിഷൻ ഏതാണ്ട് എത്ര ലെങ്ത്തിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ എത്ര സബ് സർഫസിൽ എത്ര ഡെപ്തിലായിരിക്കും,
അങ്ങനെയുള്ളതിനെ പറ്റി ഒരു ജനറൽ ഐഡിയ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഫ്രീക്വൻസി റേഞ്ചിലുള്ള AC ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ സെലക്ഷൻ ഓഫ് ദി പ്രോപ്പർ പ്രോബ്. നമ്മളറിയാം പ്രോബ് തന്നെ പല ടൈപ്പ് പ്രോബ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സർഫസ്, എൻസർക്ലിങ്, അതേപോലെ ഇന്റേണൽ ഡയമീറ്റർ, അതേപോലെ പിന്നെ ഡിഫറൻഷ്യൽ പ്രോബ്, അബ്സല്യൂട്ട് പ്രോബ്, അങ്ങനെ പല കൈൻഡ് പ്രോബുകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ ഏതാണോ ആ ആപ്ലിക്കേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോപ്പർ പ്രോബ് സെലക്ഷൻ അതിനെ പറ്റി ഐഡിയ ഉണ്ടായിരിക്കണം. സോ ദ പ്രോബ് ഷുഡ് ഫിറ്റ് ദി ജോമെട്രി ഓഫ് ദി പാർട്ട് ആൻഡ് ദ കോയിൽ മസ്റ്റ് പ്രൊഡ്യൂസ് എഡ്ഡി കറന്റ്സ് ദാറ്റ് വിൽ ബി ഡിസ്റപ്റ്റഡ് ബൈ ദി ഫ്ലോ. ദെൻ സെലക്ഷൻ ഓഫ് എ റീസണബിൾ പ്രോബ് ഡ്രൈവ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി സെലക്ട് ചെയ്യുക. പ്രോബ് എന്ന് പറഞ്ഞാൽ കോയിൽ അല്ലേ, ഈ കോയിലിൽ സപ്ലൈ ചെയ്യാനുള്ള ഫ്രീക്വൻസി സെലക്ട് ചെയ്യണം. അപ്പൊ നമ്മള് ഫ്രീക്വൻസിയും ഡെപ്ത് ഓഫ് പെനിട്രേഷനും തമ്മിൽ ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ ദിസ് റിലേഷൻ? 500/√of സിഗ്മ മ്യൂ ഇൻറ്റു എഫ്. അപ്പൊ എനിക്ക് നല്ല ഡെപ്തില്, അതായത് ഒരു മെറ്റീരിയലിന്റെ ഒരു നല്ല ഡെപ്തിൽ ഇവിടെ ടെസ്റ്റിംഗ് നടത്തണമെങ്കിൽ ഫ്രീക്വൻസി എന്ത് ചെയ്യണം? കൂട്ടേണ്ടി വരുമോ കുറക്കേണ്ടി വരുമോ? കുറക്കണം. ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണ് അല്ലെ. സോ ഫ്രീക്വൻസി ഇൻവേഴ്സ് റിലേഷൻ ആയതുകൊണ്ട് നമുക്ക് ഡെപ്ത് കുറച്ച് അധികം ഡെപ്തിൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഫ്രീക്വൻസി കുറഞ്ഞ രീതിയിലുള്ള AC കറൻസി യൂസ് ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. ഫോർ സർഫസ് ഫ്ലോസ്, സർഫസ് മാത്രമാണെങ്കിൽ ഫ്രീക്വൻസി ഷുഡ് ബി ആസ് ഹൈ ആസ് പോസിബിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സർഫസ് ഫ്ലോസ് മാത്രം, അതായത് ഡെപ്ത് കുറയും. ഫ്രീക്വൻസി കൂടുമ്പോൾ നമ്മുടെ ഇൻവേഴ്സ് റിലേഷൻ ആയതുകൊണ്ട് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ കുറവായിരിക്കും. പക്ഷെ സർഫസിലുള്ളത് മാക്സിമം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എന്ന് പറയുന്നത് സർഫസിന്റെ നിയർ ബൈ ഏരിയ, അത്രയും ചെറിയ ഡെപ്ത് മാത്രമേ ഉണ്ടാവും. മാക്സിമം സർഫസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. സോ നല്ല സെൻസിറ്റിവിറ്റിയിൽ, നല്ല റെസൊല്യൂഷനിൽ സർഫസ് ഡിഫക്ട്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഹൈ ഫ്രീക്വൻസി ഉപയോഗിച്ചാൽ മതി. ബട്ട് ഫോർ സബ്സർഫസ് ഫ്ലോസ് ലോവർ ഫ്രീക്വൻസീസ് ആർ നെസസറി ടു ഗെറ്റ് ദി റിക്വയർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ. അതാണ് ആ റിലേഷൻ. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 500/√of സിഗ്മ മ്യൂ ഇൻറ്റു എഫ്. സോ ഇൻവേഴ്സ് റിലേഷൻ ആണ് ഈ ഡെൽറ്റയും അല്ലെങ്കിൽ നമ്മുടെ ഡെപ്ത് ഓഫ് പെനിട്രേഷനും എഫും തമ്മിൽ. സോ ലോവർ ഫ്രീക്വൻസി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാക്സിമം ഡെപ്ത് നമുക്ക് എന്ത് ചെയ്യാം? കവർ ചെയ്യാൻ പറ്റും അല്ലെ. ദെൻ പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒന്ന്, നമ്മൾ മെറ്റീരിയലിനെ പറ്റിയും മെറ്റീരിയൽ വരാൻ സാധ്യതയുള്ള ക്രാക്കുകളെ പറ്റി, ക്രാക്കിന്റെ ഒരു ഓറിയന്റേഷൻ, അതിന്റെ പൊസിഷൻ, ഇതിനെ പറ്റിയൊക്കെ ഐഡിയ ഉണ്ടായിരിക്കണം. അതേപോലെ പ്രോബ് ഏതാ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ഐഡിയ ഉണ്ടായിരിക്കണം. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്ത പ്രോബിനകത്ത് യൂസ് ചെയ്യുന്ന AC കറണ്ടിനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. Then set up a reference specimen of similar material to the component being inspected and with features that are representative to the defect or condition being inspected. നമ്മുടെ മെറ്റീരിയൽ ജോമെട്രി നമ്മൾ പറഞ്ഞ എഡ്ജ് എഫക്ട്, എൻഡ് എഫക്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എഡ്ജ് എഫക്റ്റും എൻഡ് എഫക്റ്റ് ഒക്കെ കുറക്കാൻ ആവശ്യമായ രീതിയിലുള്ള പ്രോബ് യൂസ് ചെയ്യണം. അത് മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ഈ എഡ്ജ് എഫക്ട്, എൻഡ് എഫക്റ്റ് ഒക്കെ കുറക്കാൻ നമുക്ക് ഡമ്മി പീസ്, അതായത് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഒരു ടെസ്റ്റ് പീസ് ആണെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ പ്രോബ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പകുതി എഡ്ഡി കറണ്ട് പുറത്തേക്ക്, അതായത് പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ എഡ്ഡി കറണ്ട് ഉണ്ടാവില്ല, ഹാഫ് എഡ്ഡി കറണ്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ക്രാക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോഴേക്ക് തന്നെ ഇംപിഡൻസ് ചേഞ്ച് വരും. സോ അത് കുറക്കാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു ഡമ്മി പീസ് വെച്ച് കൊടുക്കും അല്ലെ. ഡമ്മി പീസ് വെച്ചാൽ എഡ്ഡി കറണ്ട് ഇവിടെ ഫുൾ ആവും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ഇംപിഡൻസ് ചേഞ്ച് കിട്ടും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള റെഫറൻസ് ബ്ലോക്കുകൾ, അതേപോലെ ഡമ്മി ബ്ലോക്കുകളൊക്കെ സെയിം മെറ്റീരിയൽ ടെസ്റ്റ് ചെയ്യുന്നത് സ്റ്റീലിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ സ്റ്റീലിന്റെ തന്നെ ഡമ്മി ബ്ലോക്ക്, അങ്ങനെ അതും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി പ്രൊസീജിയർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. പ്രൊസീജിയർ ഫോർ പെർഫോമിംഗ് ഇൻസ്പെക്ഷൻ ഫോർ ക്രാക്സ് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ. ഒന്ന്, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സെലക്ട് ആൻഡ് സെറ്റപ്പ് ദി ഇൻസ്ട്രുമെന്റ് ആൻഡ് പ്രോബ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ ആ മെറ്റീരിയലിന്റെ ഏത് ഭാഗം, സർഫസ് ആണെങ്കിൽ ഒരു സർഫസ് പ്രോബ് സെലക്ട് ചെയ്യണം. അത് മാത്രമല്ല പ്രോബ് മാത്രം പോരാ, പ്രോബിൽ നിന്നുള്ള റിസൾട്ട് ഒക്കെ കാണിക്കാനുള്ള ഡിസ്പ്ലേ ഇൻസ്ട്രുമെന്റ്സും വേണം. അപ്പൊ പ്രോബും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്തു. ഓക്കെ, ദെൻ സെലക്ട് എ ഫ്രീക്വൻസി ടു പ്രൊഡ്യൂസ് ദി ഡിസൈർഡ് ഡെപ്ത്. അപ്പൊ എനിക്ക് ടെസ്റ്റ് പീസിന്റെ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ നല്ല ഡെപ്തിൽ കാണണമെങ്കിൽ ഞാൻ അവിടെ ഏത് ഫ്രീക്വൻസി ഉപയോഗിക്കണം? ഹൈ ഫ്രീക്വൻസി ഉപയോഗിക്കണോ, ലോ ഫ്രീക്വൻസി വേണോ? ലോ ഫ്രീക്വൻസി ഉപയോഗിക്കണം. സോ ഫ്രീക്വൻസി റേഞ്ച് സെറ്റ് ചെയ്യുക. ഡെപ്ത് ഓഫ് പെനിട്രേഷനെ ബേസ് ചെയ്തിട്ട് ഫ്രീക്വൻസി റേഞ്ച് സെറ്റ് ചെയ്യുക. ദെൻ അഡ്ജസ്റ്റ് ദി ഇൻസ്ട്രുമെന്റ് to obtain an easily recognizable defect response using a calibration standard or setup specimen. എന്താണുള്ളത് നമുക്ക് പറയാം, ഞാൻ ഫിഗർ വെച്ച് പറഞ്ഞുതരാം. ദെൻ നെക്സ്റ്റ് പ്രൊസീജിയർ, പ്ലേസ് ദി ഇൻസ്പെക്ഷൻ പ്രോബ്. നമ്മുടെ കോയിലിനെ കമ്പണന്റിന്റെ സർഫസിൽ വെക്കുക. പ്ലേസ് ദി ഇൻസ്പെക്ഷൻ പ്രോബ് ഓൺ ദി കമ്പണന്റ് സർഫസ്
ആൻഡ് നൾ ദി ഇൻസ്ട്രുമെന്റ്. നൾ ചെയ്യാന്ന് വെച്ചാൽ എന്താന്നുള്ളതും നമുക്ക് നോക്കാം. നൾ ദി ഇൻസ്ട്രുമെന്റ്. Then scan the probe over the part of the surface in a pattern that will provide complete coverage of the area being inspected. അപ്പോൾ നമ്മളൊരു ടെസ്റ്റ് പീസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിന് വേണ്ടുന്ന പ്രോബും ഡിസ്പ്ലേ ഡിവൈസ് ഒക്കെ സെലക്ട് ചെയ്യുക. അപ്പം ഞാനിവിടെ ഒരു പ്രോബ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സർഫസ് പ്രോബാണ്. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു മോണിറ്റർ ഡിസ്പ്ലേ ഇൻസ്ട്രുമെന്റും സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തത് ഈ പ്രോബിലേക്ക് കൊടുക്കേണ്ട AC സപ്ലൈയെ പറ്റി ഡീറ്റെയിൽസ്, എത്ര ഫ്രീക്വൻസി AC ഞാൻ കൊടുക്കണം എന്നുള്ളതും സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ അടുത്തതായിട്ട് ഈ പ്രോബിനെ ഞാൻ ഈ സർഫസിൽ വന്ന് കോണ്ടാക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ഏറ്റവും നിയർ ആയിട്ട് ക്ലോസ് ആയിട്ട് വെക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ ഡിസ്പ്ലേയിൽ നള്ള് സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ 0 സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഗ്രാഫ് ഉള്ളത് 0 പോയിന്റിലാണ് ഉണ്ടാവുക. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ഫിഗർ കാണാം. ടെസ്റ്റ് പീസിന്റെ ഒറ്റ സിംഗിൾ എലമെന്റിന്റെ 4 കണ്ടീഷൻ കാണിച്ചാണ്. ഇപ്പൊ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇപ്പൊ 3 ക്രാക്ക് ഉണ്ട്. നമുക്ക് ക്രാക്ക് ഐഡന്റിഫിക്കേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് 3 ക്രാക്ക് കാണിച്ചിട്ടുണ്ട്. ആ ഓരോ ക്രാക്കിന്റെ ലെങ്ത് ഡിഫറെന്റ് അല്ലേ, സെയിം അല്ലല്ലോ. അതായത് ഡിഫറെന്റ് ഓറിയന്റേഷനിലും ഡിഫറെന്റ് സൈസിലുള്ള 3 ക്രാക്ക് ഉണ്ട്. ഞാൻ ഇവിടെ ഒരു പ്രോബ് യൂസ് ചെയ്തിട്ടുണ്ട്. പ്രോബ് എന്ന് പറഞ്ഞാൽ എന്താ, കോയിൽ അല്ലേ? അല്ലേടാ, ഇവിടെ ഞാൻ ഇതിന് AC കൊടുക്കുന്നുണ്ട്, പ്രോപ്പർ ഫ്രീക്വൻസി റേഞ്ചിലുള്ള AC കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്നിട്ട് അടുത്ത മൊമെന്റിൽ ഈ പ്രോബിനെ ഞാൻ സർഫസിലേക്ക്, മെറ്റീരിയലിന്റെ സർഫസിൽ കൊണ്ടുവച്ചതിന് ശേഷം മെറ്റീരിയലിൽ നൾ സെറ്റ് ചെയ്യുന്നു. അതായത് ഇതാണ് നമ്മുടെ ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം. ഡിസ്പ്ലേ ഡിവൈസ് ഇതാണ് ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം. ഈ ഡിസ്പ്ലേ ഡിവൈസിൽ നൾ പോയിന്റ് സെറ്റ് ചെയ്തു. അപ്പൊ ഇപ്പൊ ക്രാക്ക് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇതിനിപ്പം 0 റീഡിംഗ് ആണ്, അല്ലെങ്കിൽ നൾ റീഡിംഗ് ആണ് കിട്ടുന്നത്. അപ്പൊ ഇനി ക്രാക്ക് ഇല്ലാത്ത സ്ഥലത്തൂടെയൊക്കെ ഇയാൾ മൂവ് ചെയ്ത് കഴിഞ്ഞാലും ആ നൾ റീഡിംഗ് തന്നെ, 0 റീഡിംഗ് തന്നെയാ കിട്ടുക. അപ്പൊ ഞാനിപ്പോ ഈ ക്രാക്ക് ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് നള്ള് സെറ്റ് ചെയ്തു. ഡിസ്പ്ലേ ഡിവൈസിൽ ഒന്നും കാണുന്നില്ല. ദെൻ ഈ പ്രോബിനെ ഞാൻ സ്കാൻ ചെയ്യാണ്. സ്കാൻ ചെയ്യാന്ന് വെച്ചാൽ സർഫസിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യാണ്. അങ്ങനെ മൂവ് ചെയ്തിട്ട് ഒന്നാമത്തെ ക്രാക്കിന്റെ താഴെയിൽ എത്തുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഡിസ്പ്ലേയിൽ ഒരു ചേഞ്ച് കാണാൻ പറ്റി. എന്താ, പെട്ടെന്ന് പുതിയൊരു വേവ് അല്ലെങ്കിൽ പുതിയൊരു ഗ്രാഫ് ഫോം ചെയ്തു. ഓക്കെ, ദെൻ ഇയാളെ വീണ്ടും ഞാൻ ഇങ്ങനെ റൈറ്റിലേക്ക് മൂവ് ചെയ്യാണ്. അടുത്ത പോയിന്റ്, അതായത് ഈ ക്രാക്ക് കഴിഞ്ഞാൽ പിന്നെ പ്രോബ് എത്തുന്നത് ക്രാക്ക് ഇല്ലാത്ത ഏരിയയിലാണ് അല്ലെ. അപ്പൊ നമുക്ക് നേരത്തെ നൾ പോയിന്റ് ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നൾ പോയിന്റിൽ നിന്ന് ഒരു ക്രാക്ക് വന്നപ്പോ ഒരു ഗ്രാഫ് ഫോം ചെയ്തു. ദെൻ ഇയാൾ വീണ്ടും മുമ്പോട്ട് വരുമ്പോൾ ഇത്രയും സ്പേസ്, അതായത് ഒന്നാമത്തെ ക്രാക്കിന്റെയും രണ്ടാമത്തെ ക്രാക്കിന്റെ ഇടയിലുള്ള സ്പേസിൽ എവിടെയും ക്രാക്ക് ഇല്ലാത്തത് കൊണ്ട് നേരത്തെ ഇവിടെയൊക്കെ ആയിരുന്നപ്പോ എന്താണോ അത് തന്നെയാണ് ഈ പൊസിഷനിൽ എത്തുമ്പോഴും ഗ്രാഫ് കിട്ടുക. വീണ്ടും നൾ പോയിന്റ് തന്നെ, റീഡിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇയാളെ വീണ്ടും ഞാൻ മുമ്പോട്ടേക്ക് മൂവ് ചെയ്യണം. അങ്ങനെ വന്ന് ഇയാൾ രണ്ടാമത്തെ ക്രാക്കിന്റെ അടുത്ത് എത്തിയപ്പോ എനിക്ക് വീണ്ടും പുതിയൊരു ബ്ലൂ കളർ ഗ്രാഫ് കിട്ടി. അതെന്താ, നേരത്തെ കിട്ടിയ അതേ ഗ്രാഫിന്റെ മേലയിലൂട്ട് പോവാതിരുന്നേ? നേരത്തെ ക്രാക്ക് കിട്ടിയപ്പോ ഇവിടെ ഒരു റെഡ് കളർ ഗ്രാഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ, ഈ നള്ളിന്ന് തുടങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് അവസാനിക്കുന്നത്. ബട്ട് രണ്ടാമത്തെ ക്രാക്കിൽ എത്തിയപ്പോ ആ ഗ്രാഫ് തന്നെ എന്താ ഫോളോ ചെയ്യാതെ പുതിയൊരു ഗ്രാഫ് കിട്ടിയത് എന്തുകൊണ്ടായിരിക്കും? എടാ, ഒന്നാമത്തെ ക്രാക്കും രണ്ടാമത്തെ ക്രാക്കും സെയിം ആണോ, അല്ലെങ്കിൽ സെയിം ലെങ്ത്തും സെയിം ഓറിയന്റേഷനും ആണോ ഉള്ളത്? അല്ല സർ, അല്ല. രണ്ടാമത്തേന് കുറച്ച് ഡെപ്ത് ഉണ്ട് അല്ലെ. അപ്പോ ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ ഒന്നാമത്തെ ക്രാക്കിന്റെ അടുത്ത് എത്തുമ്പോൾ ഇതിന്റെ ഇമ്പിഡൻസ് ചേഞ്ച് എന്ന് പറയുന്നത് സംതിങ്, ആ സംതിങ് ആണ് ഇവിടെ റെഡ് ആയിട്ട് കണ്ടത്. ബട്ട് രണ്ടാമത്തെ ക്രാക്കിന്റെ അടുത്ത് എത്തുമ്പോൾ ക്രാക്ക് വലുതാണ്. അപ്പൊ ഇവിടുത്തെ ഇമ്പിഡൻസ് ചേഞ്ച് എന്ന് പറയുന്നത് നേരത്തെ ഫസ്റ്റ് കണ്ടീഷനിൽ അതേ ഇമ്പിഡൻസ് ചേഞ്ച് ആയിരിക്കോ? അല്ലല്ലോ. അപ്പൊ ഒരു പുതിയ ഗ്രാഫ് കിട്ടി, അതാണ് ഈ ബ്ലൂ കളർ. ദെൻ മൂന്നാമത്തെ ക്രാക്ക് നമുക്കറിയാം ഈ രണ്ടിനേക്കാളും വലുതാണ് മൂന്നാമത്തത്. മൂന്നാമത്തെ ക്രാക്കിന്റെ അടുത്ത് നമ്മുടെ പ്രോബ് എത്തുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പുതിയൊരു ഗ്രാഫ് കിട്ടി. അതിന്റെ ഡെപ്ത് നല്ല കൂടിയതുകൊണ്ട് നല്ലൊരു വലിയ ഗ്രാഫ് തന്നെ കിട്ടി. സോ ഈ രീതിയിൽ ടെസ്റ്റിംഗ് ചെയ്യുന്നതാണ് ഡിറ്റക്ഷൻ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ബൈ യൂസിങ് എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് മെത്തേഡ്. അപ്പൊ ഇവിടെ എന്തൊക്കെയാ എലമെന്റ്സ് എന്ന് വെച്ചാൽ, ഒരു ടെസ്റ്റ് പീസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് സെലക്ട് എ പ്രോപ്പർ പ്രോബ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ഫോർ ദി ടെസ്റ്റ്. പ്രോബും ഇൻസ്ട്രുമെന്റ്, അതായത് ഡിസ്പ്ലേ ഡിവൈസ്, ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം ഡിവൈസും നമ്മൾ എടുത്തു. ദെൻ സെലക്ട് എ ഫ്രീക്വൻസി റേഞ്ച്. എത്ര ഡെപ്ത് വേണോ അതിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി റേഞ്ചിലുള്ള AC സെലക്ട് ചെയ്യുന്നു. ദെൻ അടുത്തായിട്ട് നമ്മൾ ഇത് മെറ്റീരിയലിന്റെ ടെസ്റ്റ് പീസിന്റെ മുകളിൽ വെച്ചതിന് ശേഷം
നമ്മുടെ ഡിസ്പ്ലേ ഡിവൈസിലെ നൾ പോയിന്റ് 0 പോയിന്റ് സെറ്റ് ചെയ്യുന്നു. ദെൻ ഇയാളെ നമ്മുടെ സർഫസിലൂടെ സ്കാൻ ചെയ്യുന്നു. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട്, ലൈൻ ബൈ ലൈൻ ആയിട്ട് ആ സർഫസ് കംപ്ലീറ്റ് സ്കാൻ ചെയ്യുന്നു. അപ്പോൾ ക്രാക്ക് ഉള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഓരോ ഗ്രാഫ് നമുക്ക് കിട്ടും. ക്രാക്ക് ഇല്ലാത്ത സ്ഥലത്തെത്തുമ്പോൾ 0 പോയിന്റിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യും. ഈ രീതിയിൽ ഐഡന്റിഫൈ ചെയ്യുന്നതിനാണ് ഡിറ്റക്ഷൻ ഓഫ് ക്രാക്സ് യൂസ്ഡ് ബൈ എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് മെത്തേഡ്. ഓക്കെ, അപ്പൊ എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് മെത്തേഡ് വെച്ചിട്ടുള്ള ക്രാക്ക് ഡിറ്റക്ഷന്റെ പ്രൊസീജിയർ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോബബിൾ ഡിഫക്ട് ടൈപ്പിനെ പറ്റിയും അതിന്റെ ഓറിയന്റേഷൻ, അതിന്റെ പൊസിഷനെ പറ്റിയൊക്കെ അറിയണം. ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോബ് ഏതാണെന്ന് അറിയണം. ഫ്രീക്വൻസി റേഞ്ച് എത്ര ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. സ്റ്റെപ്സും പറഞ്ഞു. ഇതാണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ്. ഇറ്റ് ഈസ് ഡിറ്റക്ഷൻ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഓർ സർഫസ് ക്രാക്സ്. ക്ലിയർ ആണോ? Yes, sir. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഡിറ്റക്ഷൻ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഓർ ക്രാക്സ്. ദെൻ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഇറ്റ് കണ്ടക്ടിവിറ്റി മെഷർമെന്റ്. Conductivity measurement. One of the use of eddy current instrument is for the measurement of electrical conductivity. ഇതൊരു നമ്മൾ കഴിഞ്ഞ 5 മൊഡ്യൂളിലും ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഒന്നും ആ മെത്തേഡിനെ കൊണ്ട് പറ്റിയിരുന്നില്ല. പക്ഷെ എഡ്ഡി കറന്റ് ടെസ്റ്റിംഗിന്റെ ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷൻ ആണ് കണ്ടക്ടിവിറ്റി മെഷർമെന്റ് എന്ന് പറയുന്നത്. Okay. The value of the electrical conductivity of a metal depends on several factors such as its chemical composition and the stress state of crystalline structure. Then electrical conductivity information can be used for sorting metals, checking for proper heat treatment and inspecting for heat damages. അത് ഒരു മെറ്റൽസിന്റെ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഒന്ന് അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ, അതിന്റെ സ്ട്രെസ് സ്റ്റേറ്റ് ഓഫ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ, അതേപോലെ തന്നെ മറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ കണ്ടക്ടിവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കണ്ടക്ടിവിറ്റി മെഷർമെന്റ് നടത്തുക എന്നുള്ളത് നമുക്കറിയാം. എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് ആകെ കൂടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കണ്ടക്റ്റീവ് മെറ്റീരിയലിൽ മാത്രം അല്ലേ? നോൺ കണ്ടക്റ്റീവ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഈ എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് പോസിബിൾ ആണോ? ആണോ? അല്ല. കാരണം എഡ്ഡി കറന്റ് ഈ സർഫസിൽ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇയാൾ ഒരു കണ്ടക്ടർ ആയിരിക്കണം. അത് തന്നെ കണ്ടക്ടിങ് മെറ്റീരിയൽ തന്നെ 2 ടൈപ്പ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാഗ്നറ്റിക് കണ്ടക്ടേഴ്സും ഉണ്ട്, നോൺ മാഗ്നറ്റിക് കണ്ടക്ടേഴ്സും ഉണ്ട് അല്ലേ? അല്ലേടാ? ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രം 2ന്റെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ കണ്ടക്ടിവിറ്റി മെഷർമെന്റ് അല്ലെ കണ്ടക്ടിവിറ്റി മെഷർമെന്റ് നമ്മൾ ചെയ്യുന്നത് ഓൺലി ഫോർ നോൺ മാഗ്നറ്റിക് കണ്ടക്ടേഴ്സിന് മാത്രമാണ് കണ്ടക്ടിവിറ്റി മെഷർമെന്റ് ചെയ്യുന്നത്. എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റിംഗ് നടത്തിയിട്ട് കണ്ടക്ടിവിറ്റി മെഷർമെന്റ് നടത്തുന്നത് ഓൺലി ഫോർ നോൺ മാഗ്നറ്റിക് കണ്ടക്ടേഴ്സിനാണ്. സോ the technique can be used to easily sort magnetic materials from non-magnetic materials. Conductivity measurements are limited to non-magnetic materials. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത്? എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ നമുക്കറിയാം കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ടിനെ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ടിനെ കടത്തിവിടാനുള്ള കഴിവല്ലേ? അപ്പോ കണ്ടക്ടിവിറ്റി കൂടിയ എലമെന്റിന്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? കുറവായിരിക്കും അല്ലെ? കുറവായിരിക്കും. കറക്റ്റ് ആണ്, റെസിസ്റ്റൻസ് കുറവായിരിക്കും. അതേപോലെ കണ്ടക്ടിവിറ്റി കൂടിയ എലമെന്റ്സിന്റെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ചേഞ്ച് എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. ഈ 2 കാര്യം ഓർമ്മിച്ച് വെക്കുക. ഒരു കണ്ടക്ടിവിറ്റി അല്ലെ കണ്ടക്ടൻസ് കൂടിയ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ചേഞ്ച് വളരെ കുറവും റിയാക്ടൻസ് ചേഞ്ച് കൂടുതലുമായിരിക്കും. നമുക്ക് ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിലേക്ക് പോവാം. നമ്മൾ പറഞ്ഞു കണ്ടക്ടിവിറ്റി മെഷർമെന്റ് മാഗ്നറ്റിക് മെറ്റീരിയലിൽ നമ്മൾ പഠിക്കുന്നില്ല, നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ മാത്രമാണെന്ന് പറഞ്ഞു. അപ്പൊ നോൺ മാഗ്നറ്റിക് മെറ്റീരിയലില് നമുക്കറിയാം ഒരു ടെസ്റ്റ് പീസിന്റെ മുകളിൽ നമ്മളിങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ആ കോയിലിന്റെ റെസിസ്റ്റൻസ് എന്താകുന്നുണ്ട്? കൂടുന്നുണ്ട്. അതേപോലെ റിയാക്ടൻസ് കുറയുന്നുണ്ട് അല്ലെ? റിയാക്ടൻസ് കുറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഐഡിയ മനസ്സിൽ വേണേ. ഈ ഒരു ഗ്രാഫിലെ ഈ ഒരു ഫസ്റ്റ് ലിഫ്റ്റ് ഓഫ് കർവ് മനസ്സിൽ വെക്കുക. ദെൻ നമുക്ക് വീണ്ടും കണ്ടക്ടിവിറ്റി മെഷർമെന്റിലേക്ക് വരാം.
So when the probe is brought near a conductive but non-magnetic material, the coil's inductive reactance goes down. നമ്മുടെ ഇപ്പൊ പറഞ്ഞ ഇമ്പിഡൻസ് പ്ലെയിൻ ഡയഗ്രാം, നമ്മളൊരു സർഫസിന്റെ അടുത്തേക്ക് ലിഫ്റ്റ് ഓഫ് ചെയ്ത് അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ അയാളുടെ റിയാക്ടൻസ് വളരെ അങ്ങ് കുറയും, അതേപോലെ റെസിസ്റ്റൻസ് കൂടുകയും ചെയ്യും അല്ലെ, കൂടുകയും ചെയ്യും. So the resistance in the coil increases since it takes some of the coil's energy to generate. എന്തുകൊണ്ടാണ് ആ കാരണം പറഞ്ഞത്? റെസിസ്റ്റൻസ് കൂടാൻ കാരണം കോയിലിനകത്ത് നിന്ന് കുറച്ച് കറണ്ടിനെ ഇയാൾ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോയിലിന്റെ കറണ്ട് പെട്ടെന്ന് കുറയും. കോയിൽ കറണ്ട് കുറയാന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുക. ഇനി കണ്ടക്ടിവിറ്റി കൂടണമെങ്കിൽ, ആസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റീരിയൽ ബീങ് ടെസ്റ്റഡ് ഇൻക്രീസസ്, ദ റെസിസ്റ്റൻസ് ലോസസ് വിൽ ബി ലെസ് ആൻഡ് ദ റിയാക്ടൻസ് ചേഞ്ചസ് വിൽ ബി ഗ്രേറ്റർ. അപ്പോ ഞാൻ ഇവിടെ ഇപ്പൊ കുറെ എലമെന്റുകളുടെ ഇവിടെ SS934, കോപ്പർ ഓർ നിക്കല്, MAG ഏതാ, MG ഏതാ, Magnesium. MAG ഏതാ മെറ്റീരിയൽ? ഹലോ ഹലോ Manganese. ഹലോ Hello, sir. MAG എന്ന് പറഞ്ഞാല് MAG എന്ന് പറഞ്ഞ അലോയ് കേട്ടോ. അതേപോലെ 707005T6 ഇതും ഒരു മെറ്റൽ അലോയ് ആണ്, 707050. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് കുറെ മെറ്റീരിയൽസിന്റെ, അത് ഒന്നിലധികം, ഇപ്പൊ ഇവിടെ 1 2 3 4 5 മെറ്റീരിയൽസിന്റെ ഈ ലിഫ്റ്റ് ഓഫ് കർവ്, നമ്മുടെ ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിലെ ഈ ലിഫ്റ്റ് ഓഫ് കർവ് ഇല്ലേ, ഈ ലിഫ്റ്റ് ഓഫ് കർവ് എന്ന് വെച്ചാൽ എന്താ? ഒരു ടെസ്റ്റ് പീസ്, നോൺ മാഗ്നറ്റിക് ടെസ്റ്റ് പീസ്, കോയില് ഇതായിരുന്നു എന്റെ കോയില്. ഈ ടെസ്റ്റ് കോയിലിനെ ഞാൻ മെറ്റീരിയലിന്റെ അടുത്തേക്ക് കൊണ്ടുവരും തോറും ഈ കോയിലിന്റെ ഇംപിഡൻസ് ചേഞ്ച്, അതാണ് ഈ ഗ്രാഫ് അല്ലെ. അങ്ങനെ ഏറ്റവും അടുത്തെത്തുമ്പോഴേക്കും ഈ ഗ്രാഫ് ഇങ്ങനെ താഴേക്ക് വന്ന് നിൽക്കും. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞ്? അല്ലേടാ, ടെസ്റ്റ് പീസിന്റെ അടുത്തേക്ക് വരുംതോറും അങ്ങനെ ലിഫ്റ്റ് ഓഫ് നമ്മൾ കുറച്ച് കൊണ്ടുവരുമ്പോ ഇവിടെയുള്ള കോയില്, ഈ കോയിലിനെ നമ്മൾ എയർ പോയിന്റ് എന്ന് പറയും, എയറിൽ വെച്ചിട്ടുള്ള പോയിന്റ്, ദാറ്റ് ഈസ് എയർ പോയിന്റ് ഇവിടെ. ദെൻ കോയിലിനെ ഞാൻ ഇങ്ങനെ താഴോട്ടേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടും. അതിനാണ് നമ്മൾ ലിഫ്റ്റ് ഓഫ് കർവ് എന്ന് പറയാം അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ കണ്ടക്ടിവിറ്റി മെഷർമെന്റിന്റെ നോക്കാം. ഇത് SS934ന്റെ ലിഫ്റ്റ് ഓഫ് കർവാ ഒന്നാമത്തെ കാണിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കോപ്പറിന്റെ അല്ലെങ്കിൽ നിക്കലിന്റെ കർവാ കാണിച്ചിട്ടുള്ളത്. അതേപോലെ MAG മെറ്റീരിയൽസിൻ്റെത്, അതേപോലെ അലോയ്സിൻ്റെത്. ഈ 5 മെറ്റീരിയൽസിന്റെ ലിഫ്റ്റ് ഓഫ് കർവ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുകയാണെ, ഇതിൽ ആർക്കായിരിക്കും ഏറ്റവും കണ്ടക്ടിവിറ്റി കൂടുതലുള്ളത്? ഒരു ഹിന്റ് ഞാൻ തരാം. ഈ ആക്സിസ് എന്താ? എക്സ് ആക്സിസ് എന്താ? ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ എക്സ് ആക്സിസ് എന്താടാ? റെസിസ്റ്റൻസ്. ഇത് റിയാക്ടൻസ്. ഈ 5 ഗ്രാഫില് കണ്ടക്ടിവിറ്റി കൂടിയ മെറ്റീരിയൽ ഏതാ? കണ്ടക്ടിവിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? റെസിസ്റ്റൻസ് കുറയുക. ഇവിടെ ഇപ്പൊ റെസിസ്റ്റൻസ് ഡ്രോപ്പ് ആണ്, അതായത് സ്റ്റാർട്ടിങ് റെസിസ്റ്റൻസും എൻഡ് റെസിസ്റ്റൻസും. ഈ ബ്ലാക്ക് ലൈനിന്റെ റെസിസ്റ്റൻസ് ഡ്രോപ്പ് നമുക്ക് നോക്കാം. ഈ 7075 നോട്ടിന്റെ റെസിസ്റ്റൻസ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഇത്രയും റെസിസ്റ്റൻസ് ഡ്രോപ്പ് ഉള്ളത് അല്ലെ? അല്ലടാ? നേരെ മറിച്ച് ഈ റെഡ് ലൈന് SS934ന്റെ റെസിസ്റ്റൻസ് ഡ്രോപ്പ് എത്ര ഉണ്ട്? ഇവിടം തൊട്ട് ഇവിടം വരെ ഉണ്ട് അല്ലെ? ഇത്രയും റെസിസ്റ്റൻസ് ഡ്രോപ്പ് ഉണ്ട്. ബ്ലാക്കിനാണെങ്കിൽ റെസിസ്റ്റൻസ് ഡ്രോപ്പ് ഇത്രയേ വരുന്നുള്ളൂ. ഇനി പറഞ്ഞേ, ഈ റെഡും ബ്ലാക്കും ആർക്കായിരിക്കും കണ്ടക്ടിവിറ്റി കൂടുതൽ? റെസിസ്റ്റൻസ് ഡ്രോപ്പ് ആർക്കാ കൂടുതൽ? റെഡിന്. റെസിസ്റ്റൻസ് ഡ്രോപ്പ് ആർക്കാ കുറവ്? ബ്ലാക്കിന്. അപ്പൊ ആർക്കായിരിക്കും കണ്ടക്ടിവിറ്റി കൂടുക? എടാ, റെസിസ്റ്റൻസ് ഡ്രോപ്പ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കുറയുമ്പോഴല്ലേ കണ്ടക്ടിവിറ്റി കൂടുക?
Yes, sir. അപ്പൊ ഡ്രോപ്പ് കുറവുള്ള ആർക്കാ? എടാ ഒന്നും കൂടി ഞാൻ പറയാം. ഞാൻ വാല്യൂ എടുത്തിട്ട് പറയാം. ഒരു മിനിറ്റ് ഒന്ന് എറേസ് ചെയ്യട്ടെ. അതായത് ഈ റെസിസ്റ്റൻസ്, സ്റ്റാർട്ടിങ് റെസിസ്റ്റൻസ് ഒരു 1 ohm ആന്ന് വെച്ചോ. ഞാൻ വാല്യൂ വെറുതെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറയുന്നതാണ്. 1. ഇയാളെ ഞാൻ ടെസ്റ്റ് കോയിലൊക്കെ കൊണ്ടുവന്നപ്പോ ഈ പോയിന്റ് ഒരു 5 ആന്ന് കൂട്ടിക്കോ. ഈ റെഡിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 7 ആന്ന് കൂട്ടിക്കോ. ഈ 1 ohm ഉള്ളത് 5 ohm ആയി, 1 ohm ഉള്ളത് 7 ohm ആയി. ബ്ലാക്കിന്റെ കേസിൽ 1 ohm ഉള്ളത് 5 ohm ആയി, റെഡിന്റെ കേസിൽ 1 ohm ഉള്ളത് 7 ohm ആയി. ആർക്കാ ഇപ്പൊ റെസിസ്റ്റൻസ് കൂടിയേ? വൺ എന്നുള്ള 5 ആകാൻ 4 കൂടിയിട്ടുള്ളൂ, 1 എന്നുള്ളത് 7 ആകാൻ 6 കൂടിയല്ലേ? അപ്പൊ റെസിസ്റ്റൻസ് കൂടിയത് ഇയാൾക്കാ. റെസിസ്റ്റൻസ് കൂടാന്ന് വെച്ചാൽ എന്താ? കണ്ടക്ടിവിറ്റി കുറയും. സോ കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കാന്ന് വെച്ചാൽ എന്താ ഉത്തരം? ബ്ലാക്കിന് അല്ലെ? അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇത്ര ആലോചിച്ചാൽ മതി. കണ്ടക്ടൻസ് കൂടണമെങ്കിൽ റെസിസ്റ്റൻസ് ഡ്രോപ്പ് കുറയണം. ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഡിഫറൻസ്, രണ്ട് റെസിസ്റ്റൻസ് തമ്മിലുള്ള ഈ 2 പോയിന്റ് തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പൊ കണ്ടക്ടിവിറ്റി കൂടണമെങ്കിൽ ആസ് എ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റീരിയൽ ബീങ് ടെസ്റ്റഡ് ഇൻക്രീസസ്, ദ റെസിസ്റ്റൻസ് ലോസ് വിൽ ബി ലെസ് ആൻഡ് ദ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ചേഞ്ചസ് വിൽ ബി ഗ്രേറ്റർ. ഇനി നമുക്ക് വൈ ആക്സിസ് നോക്കാം. ഇത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അല്ലേ എക്സൽ, വൈ ആക്സിസ്. ഈ ഡ്രോപ്പ് നോക്കാം. സ്റ്റാർട്ടിങ് ഇവിടെ ആയിരുന്നു. ബ്ലാക്കിന്റെ ആണെങ്കിൽ ഇത്രയും വരുന്നുണ്ട്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇത്രയും വലിയ ലെങ്ത്. നേരെ മറിച്ച് റെഡിന്റെ ആണെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് വളരെ കുറവുമാണ്. അപ്പൊ കണ്ടക്ടൻസ് കൂടാൻ 2 കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കണ്ടക്ടൻസ് കൂടണമെങ്കിൽ, കണ്ടക്ടിവിറ്റി കൂടണമെങ്കിൽ റെസിസ്റ്റൻസ് ഡ്രോപ്പ് കുറയണം, റിയാക്ടൻസ് ഡ്രോപ്പ് കൂടണം. അപ്പൊ ഈ 5 ഈ പറയുന്ന കണ്ടീഷൻ, റെസിസ്റ്റൻസ് ഡ്രോപ്പ് കുറവും റിയാക്ടൻസ് ഡ്രോപ്പ് കൂടുതലും ഉള്ളത് ഏത് മെറ്റീരിയലാ? ബ്ലാക്ക് അല്ലേ? സോ നമുക്ക് എങ്ങനെയാ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ കമ്പാരിസൺ നടത്തിയിട്ടാണ്. അപ്പോൾ ഏറ്റവും കണ്ടക്ടിവിറ്റി കൂടിയ മെറ്റീരിയലിന്റെ ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഇങ്ങനെ സ്റ്റീപ്പ് കർവ് ആയിരിക്കും. ചെറിയ റെസിസ്റ്റൻസ് ചേഞ്ച് മാത്രമുള്ള ഒരു സ്റ്റീപ്പ് കർവ് ആയിരിക്കും. സോ ദ സിഗ്നൽ വിൽ ബികം മോർ വെർട്ടിക്കൽ ആസ് ദി കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. അപ്പൊ ഇനിയും വേറൊരു കണ്ടക്ടിവിറ്റി, ബ്ലാക്കിനേക്കാളും കണ്ടക്ടിവിറ്റി കൂടിയ മെറ്റീരിയൽ ആണ് ഞാൻ ഇൻസ്പെക്ഷൻ നടത്തുന്നതെങ്കിൽ അതിന്റെ കേവ് സംടൈംസ് ഇതേപോലെ സ്ട്രെയിറ്റ് കേവ് ആയിരിക്കും. സോ ഇങ്ങനെ കേവ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം നോക്കിയിട്ട് കമ്പാരിസൺ സ്റ്റഡി നടത്തിയിട്ടാണ് കണ്ടക്ടിവിറ്റി നമ്മൾ മെഷർ ചെയ്യുക. ഇപ്പൊ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാൻ നമുക്ക് കെ എന്ന് പറയുന്ന എലമെന്റ് അല്ലെങ്കിൽ കെ എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ അതിനാവശ്യമായ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ ഒരു ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ നിന്ന് അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ, അതേപോലെ റിയാക്ടൻസ് ഡ്രോപ്പ്, ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ കണ്ടക്ടിവിറ്റി മെഷർമെന്റ് എഡി കറന്റ് ടെസ്റ്റിങ്ങിനകത്ത് ഓൺലി ഫോർ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രത്തില് ഏറ്റവും റെസിസ്റ്റൻസ് ഡ്രോപ്പും റിയാക്ടൻസ് ഡ്രോപ്പും, റെസിസ്റ്റൻസ് ഡ്രോപ്പ് കുറവും റിയാക്ടൻസ് ഡ്രോപ്പ് കൂടുതലും ഉള്ള എലമെന്റിന്റെ കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും എന്നുള്ള അസംഷനിലേക്കാണ് നമ്മൾ വരുന്നത്. Okay, so the second application of the eddy current testing is the conductivity measurement. Then third one is the inspection of tubes. Inspection of tubes. Again, tube എന്ന് പറഞ്ഞാൽ എന്താ? ഹോളോ സിലിണ്ടർ അല്ലേ? ഈ ഹോളോ സിലിണ്ടറിന്റെ ഇൻസൈഡ് പാർട്ട് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു പ്രോബ് ഉണ്ട്. ഏതാ പ്രോബ്? ഏതാടാ? ഹലോ, ഹലോ, ഹലോ സർ. ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഹോളോ സിലിണ്ടേഴ്സിന്റെ ഒക്കെ ഇൻസൈഡ് എലമെന്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോബ് ഏതാണ്? ഇന്റേണൽ ഡയമീറ്റർ പ്രോബ് അല്ലെങ്കിൽ ബോബിൻ പ്രോബ് എന്ന് പറയുന്ന സാധനം അല്ലേ? ഓക്കെ, അപ്പോ നമ്മളെ പൈപ്പ് അല്ലെങ്കിൽ ട്യൂബ്സിന്റെ ഇൻസ്പെക്ഷൻ ആണ് നമ്മൾ അടുത്ത് പറയുന്നത്.
അപ്പൊ ഇതേപോലെ നമ്മൾ പൈപ്പ് ലൈൻസിൽ അല്ലെങ്കിൽ പിന്നെ ഓയിൽ ഫീൽഡിൽ അല്ലെങ്കിൽ മറ്റ് സപ്ലൈക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ട്യൂബ് ലൈക്ക് പൈപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സിലേക്ക് സംടൈംസ് വരാൻ സാധ്യതയുള്ള ഒരു ഡിഫക്റ്റ് ആണ് കൊറോഷൻ എന്ന് പറയുന്നത്. തുരുമ്പെടുക്കുക അല്ലെ, തുരുമ്പെടുക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ തുരുമ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കൊറോഷൻ അല്ലെങ്കിൽ കൊറോഷൻ ലെയർ എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ലെയർ ആണ്. നമ്മളിപ്പോ മെറ്റീരിയലിന്റെ ഒന്നുകിൽ ഇൻസൈഡ് ഏരിയയിൽ വരുന്ന ഒരു അഡീഷണൽ ലെയർ ഫോർമേഷൻ ആണ് അല്ലെ, ഒരു ഓക്സൈഡ് ലെയർ ഫോർമേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഔട്ട്സൈഡിലും വരാം ഇൻസൈഡിലും വരാം. അപ്പൊ ഇങ്ങനെ ഒരു കൊറോഷൻ ലെയർ വന്നു എന്ന് വെച്ചോ, ഇത് ആക്ച്വലി ഒരു ഡിഫക്റ്റ് തന്നെയാണ്. കൊറോഷൻ എന്ന് പറയുന്നത് ക്രാക്ക് പോലെയല്ല, ഇതൊരു അഡീഷൻ ഡിഫക്റ്റ് ആണ്. ക്രാക്ക് അതേപോലെ ഫ്ലോസ് എന്നൊക്കെ പറയുന്ന സാധനം ഒരു പിന്നെ സർഫസ് ഡിഫക്ട്, സർഫസ് മാനുഫാക്ചറിംഗിൽ വരുന്ന ഡിഫക്ട് ടൈപ്പാണ്. അതായത് മെറ്റീരിയലിന്റെ സബ്സ്ട്രാക്ഷൻ നടക്കുന്നത്. സബ്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ മെറ്റീരിയൽ റിമൂവൽ ആണ് നടക്കുന്നത്. ബട്ട് ഇതേപോലെ കൊറോഷൻ ലെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ അഡീഷൻ ആണ് നടക്കുന്നത്, പുതിയ ലെയർ ഫോർമേഷൻ ആണ്. അപ്പൊ ഇതേപോലെ പൈപ്പിന്റെ ഇൻസൈഡ് പാർട്ടിൽ അല്ലെങ്കിൽ ഔട്ട്സൈഡ് പാർട്ടിലേക്ക് കൊറോഷൻ ലെയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ മൊത്തം ഈ മെറ്റീരിയലിനെ തന്നെ അത് ബാധിക്കും. കുറെ കാലം കഴിയുമ്പോൾ ഇത് ഫുള്ളി കൊറോഡഡ് ആവും, എന്നിട്ട് അവിടെ മൊത്തം മെറ്റീരിയലിനൊക്കെ പ്രശ്നം വരാം. അപ്പൊ ഇങ്ങനെ എക്സ്റ്റേണൽ പാർട്ടിലോ അല്ലെങ്കിൽ ഇന്റേണൽ പാർട്ടിലൊക്കെ കൊറോഷൻ ലെയർ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് ഈ ഒരു എഡി കറന്റ് ടെസ്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുക? അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ഇൻസ്പെക്ഷൻ ഓഫ് ട്യൂബ്സ്. So eddy current inspection is often used to detect corrosion, erosion, cracking and other changes in tubings. A technique that is often used involves feeding a differential bobbin probe into the individual tube of heat exchanger. With the differential probe, no signal will be seen on the eddy current instrument as long as no metal thinning is present. And the differential probe എന്ന് വെച്ചാൽ എന്തായാലും the differential probe ഹലോ രണ്ട് കോയിലുള്ളത് കോയിൽസ്. ആ, സിംഗിൾ കോയിലിന് പകരം രണ്ട് കോയിൽ ഉള്ളത് അല്ലേ? ഓക്കെ, ഇവിടെ ഈ ട്യൂബ് ഇൻസ്പെക്ഷന്റെ ഒരു ഫിഗർ കാണാം. ഇവിടെ ഇപ്പം ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ട്യൂബ് ആയത് ഇപ്പൊ 1 2 3 4 5 ട്യൂബ്സ് ഉണ്ട്, നാരോ ട്യൂബ്സ് ഉണ്ട്. ഈ ട്യൂബിന്റെ ഇൻസൈഡ് പാർട്ടിലൊക്കെ കൊറോഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റിംഗ് മെത്തേഡ്. ഇവിടെ നിങ്ങൾക്ക് ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം ഉള്ള ഡിസ്പ്ലേ കാണാം. ഇവിടെ ഒരു വയർ ലൈക്ക് സ്ട്രക്ചർ, നിങ്ങളുടെ ബോബിൻ പ്രോബ് ഇത് ഈ പൈപ്പിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഡിഫറൻഷ്യൽ പ്രോബാന്ന് പറയുന്നത് രണ്ട് കോയിൽ അറ്റ് എ ടൈം ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. രണ്ടിന്റെയും ടേണിങ്സ് ഓപ്പോസിറ്റ് ഈച്ച് അതർ ആയിരിക്കും. ഒന്ന് ക്ലോക്ക് വൈസ് ടേണിംഗ് ആണെങ്കിൽ മറ്റേ ആന്റി ക്ലോക്ക് വൈസ് ടേണിംഗ് ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെ പ്രോബ് ഈ ട്യൂബിന്റെ ഇവിടെ എത്തിയെന്ന് വെച്ചോ, ഡിഫറൻഷ്യൽ പ്രോബ് ആകുമ്പോൾ രണ്ടാമത്തെ പ്രോബ് കുറച്ച് ബാക്കിലായിട്ട് ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ക്രാക്ക് അല്ലെങ്കിൽ മെറ്റൽ തിന്നിങ്, അതായത് കൊറോഷൻ ലെയർ ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ എന്താ കിട്ടുക? 0 റീഡിങ് കിട്ടും അല്ലെ. ഡിസ്പ്ലേയിൽ 0 റീഡിങ് കിട്ടും. നേരെ മറിച്ച് ഇതിങ്ങനെ ഞാൻ മുമ്പിലേക്ക് മൂവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒന്നാമത്തെ ആളുടെ ഏരിയയിൽ ചെറിയൊരു കൊറോഷൻ ലെയർ വന്നു, രണ്ടാമത്തെ ആളുടെ ഏരിയയിൽ ഒന്നുമില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഡിഫറൻസ് വന്നു അല്ലെ ഇംപിഡൻസിൽ. അതല്ലേ ഡിഫറൻഷ്യൽ പ്രോബിന്റെ വർക്കിംഗ് അല്ലേടാ? ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഒന്നാമത്തെ രണ്ട് പ്രോബ് നിങ്ങൾ ഇങ്ങനെ യൂണിഫോം ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പ്രോബ് ഇന്റേണൽ പാർട്ടിൽ കൊറോഷൻ ഉള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ, കൊറോഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെറ്റീരിയലിന്റെ മുകളിൽ ഒരു പുതിയ ലെയർ ഫോർമേഷനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഇംപിഡൻസ് ചേഞ്ച് വന്നല്ലേ. അപ്പൊ ഇംപിഡൻസ് ചേഞ്ച് നമുക്ക് എവിടെ മെഷർ ചെയ്യാൻ പറ്റും അല്ലെ കാണാൻ പറ്റും? നമ്മുടെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റൂലേ? ഓക്കെ, എടാ ഒരു മിനിറ്റ്, അത് ക്ലാസ്സിലാ, ക്ലാസ് എടുത്തോണ്ട് നിൽക്കുന്ന 5 മിനിറ്റോടും കൂടി കഴിയും, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഹലോ, സോറി, ഹലോ. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇൻസ്പെക്ഷൻ ഓഫ് ട്യൂബ്സ്. ട്യൂബ് ഇൻസ്പെക്ഷനിൽ എങ്ങനെയാ ചെയ്യുന്നത് വെച്ചാൽ ഇൻസൈഡ് പാർട്ടൊക്കെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കേണ്ട പ്രോബ് എന്ന് പറയുന്നത് ബോബിൻ പ്രോബ് ആണ്. അപ്പൊ ഡിഫറൻഷ്യൽ ബോബിൻ പ്രോബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ മെറ്റീരിയൽ ട്യൂബിന്റെ അകത്തൂടെ പാസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കോയിൽ, രണ്ട് കോയിൽ, ഏതെങ്കിലും ഒരു കോയിൽ മെറ്റൽ തിന്നിങ് എന്ന് പറഞ്ഞാൽ കൊറോഷൻ ലെയർ ഫോർമേഷൻ, കൊറോഷൻ ലെയർ ഒക്കെ ഉള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഡിഫറൻസ് ഇൻ ഇംപിഡൻസ് വരും. ആ ഇംപിഡൻസ് ചേഞ്ച് നമുക്ക് ഇവിടെ ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം ഡിസ്പ്ലേ ഡിവൈസിനകത്ത് കാണാൻ പറ്റും അല്ലെ.
അപ്പൊ ഈ രീതിയിൽ ചെയ്യുന്നതാണ് ട്യൂബ് ഇൻസ്പെക്ഷൻ. അതേപോലെ നമുക്ക് ഔട്ട്സൈഡ് സർഫസ്, അതായത് ഈ ട്യൂബിന്റെ പുറം ഭാഗം ടെസ്റ്റ് ചെയ്യാനും നമുക്ക് പറ്റും. എൻസർക്ലിംഗ് പ്രോബ് ആണ് നമ്മൾ പുറം ഭാഗം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. അവിടെയും ഡിഫറൻഷ്യൽ എൻസർക്ലിംഗ് പ്രോബ് അല്ലെങ്കിൽ ഔട്ടർ ഡയമീറ്റർ പ്രോബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ മെറ്റൽ തിന്നിങ് ഉള്ള ഭാഗത്ത് വരുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് സിഗ്നൽ കിട്ടും. ക്ലിയർ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ, ഇനി ഒരു ആപ്ലിക്കേഷൻ കൂടി ഉണ്ട്. ഒരു കാര്യം നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഒന്ന് അറ്റൻഡൻസ് പറയാം. നമ്പർ 1, sir. 2, Present, sir. 3,